സർക്കാർ നമുക്ക് തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമരത്തിൽ നിന്ന് വിട്ടുമാറി സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വിട്ടുമാറി കാരണമുണ്ട് പ്രത്യേകിച്ച് ഇരിക്കണേ എനിക്കിപ്പോൾ 55 വയസ്സായി. ഈ വെയിലത്ത് അവിടെ ചെന്നിരുന്ന് കൊളസ്ട്രോളിനും BP-ക്കും എല്ലാത്തിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ന്യൂറോയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ എല്ലാ ആശമാർക്ക് വയ്യാതെ ഇപ്പോൾ സുഖമില്ല. എന്നാൽ ഇവർ പറയണ എല്ലാ ജോലികളും നമ്മൾ ചെയ്ത് തളർന്ന് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ സമരത്തിലിരിക്കുന്നു. ഞാൻ ചോദിച്ചത് അവിടെ സമരം നടക്കുന്നു, അവിടെ പ്രസംഗം നടക്കുന്നു, നിങ്ങൾ കുറച്ച് പേര് അതിൽ നിന്ന് വിട്ടുമാറി ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ബസ്സൊക്കെ പോവേല്ലേന്ന്. ഇനി നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ ചെന്ന് സമരം ഇരിക്കുമ്പോൾ നമ്മളാണ് അവിടെ സമരത്തിൽ പിന്നെ ബസ് പോകാൻ തടസ്സപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ചാലോ? എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ എന്തെങ്കിലും തരണമെങ്കിൽ ഇപ്പോൾ ബസ്സും കൂടെ തടഞ്ഞാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ തടഞ്ഞ് കേസുമായി ഇവിടെ എല്ലാ ആൾക്കാരും കൂടെ നിന്ന് പിന്നെ ഒരു കുറേ ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ച് കുറേ അക്രമങ്ങളൊക്കെ കാണിക്കുന്നവർക്കേ ഇവിടെ കൊടുക്കുള്ളൂ. പിന്നെ അത് നമ്മളിത് ഇങ്ങനെ സമാധാനമായിട്ട് ഇപ്പോൾ ഇരിക്കണം. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞെങ്ങനെയൊക്കെയാണ് പോകണമെന്നൊന്നും അറിയാൻ പാടില്ല. ആൾക്കാർക്കെല്ലാം ഒരുമാതിരി എന്താണ് കുഴപ്പമെന്നറിയാൻ പാടില്ല. ആശമാരെല്ലാം ഇപ്പം ഒരു മാനസികമായിട്ടെല്ലാം തകർന്നിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഈ ആശാവർക്കർമാരുടെ ഇപ്പോഴത്തെ ജോലി പെൻഡിങ്ങിലല്ലേ? പെൻഡിങ്ങിന് അവർ MLSP ഒക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ സിസ്റ്റർമാരെല്ലാം ഇപ്പോൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോഴവരെല്ലാം കൂടെയൊക്കെ ചെയ്യും. പിന്നെ ഇനി കുടുംബശ്രീയിലെന്നൊക്കെ ആൾക്കാരെടുത്ത് ഒരു 10-15 ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ വിടുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സമരം പണ്ട് ഇടയ്ക്ക് ഒന്ന് കിടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ബസ്സില്ലാതെ ഇവിടം തൊട്ട് കാഞ്ഞിരംകുളം വരെ നടന്നാണ് പോയത്. ഒരു പാലുകൂടി മാറാത്ത ഒരു കൊച്ചിനെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരത്തിന് കിടന്നത് അന്നും ഇതുപോലെ. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഇപ്പോഴും ആശയായിട്ട് കയറിയിട്ട് ഇപ്പോൾ ഇത് എത്ര വയസ്സ് 25 വയസ്സിൽ കയറിയതാണ്. എന്നിട്ട് ഇതുവരെ അവരൊന്നും തരണില്ല. ആദ്യം 500 പിന്നെ 600. ആദ്യം ഒന്നും കിട്ടൂലായിരുന്നു. 25 രൂപ കിട്ടും പോളിയോയ്ക്ക് കൊടുത്താൽ. പിന്നെ ആൾക്കാരപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും തരും. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ പിന്നെ 100 വെച്ച് കൂട്ടി 1000 വെച്ചാക്കിയിരുന്നു. പിന്നീട് ഈ സർക്കാർ 500 വെച്ച് കൂട്ടി. അത് നമുക്ക് ജോലി കൂടുതലായി. പിന്നീട് ആദ്യം ഒരു പനിയാ പിന്നെ ഗർഭിണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴേ ലെപ്രസി സർവേ, NCD, ശൈലി ആപ്പ്, പിന്നെ ഡയറികൾ ഇഷ്ടം പോലെ എഴുതാറുണ്ട്. ഓരോന്നിനും ഓരോരോ ബുക്കുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. രാത്രി 12 മണി 1 മണി വരെയാണ് എഴുത്ത്. രാവിലെ ഫീൽഡ് മൊത്തം പോവും. ചോറും കൂടെ കൊണ്ടാണ് പോയി എല്ലാ ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും വിവരം അറിയിക്കണം. ചിലപ്പോൾ ഫോണിൽ വീട്ടിൽ അവിടെ വാർഡിൽ നിന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് സിസ്റ്ററൊക്കെ വിളിക്കും. നമ്മൾ ആശുപത്രിയിൽ പോകും. പല സംസ്ഥാനങ്ങളിലും കുറവെന്നാണ് പറയണത്. നമുക്ക് 7000. പക്ഷേ കേരളത്തിൽ പിന്നെ 7000 കൊണ്ട് നമുക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. പിന്നെ ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുന്നു. വേറെ ഉള്ള ജില്ലയിലൊക്കെ സാഹചര്യങ്ങൾ അവർക്ക് കുറവായിരിക്കും. കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പൈസ കുറവായിരിക്കുമായിരിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് ഈ പൈസയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ MSS വർക്കറായിട്ട് പ്രവർത്തനം തുടങ്ങിയതാണ്. നല്ല 18 വയസ്സ് തൊട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. നല്ല ഭാവി എത്രയും ഇതിനു വേണ്ടി ചിലവഴിച്ചു. ഇപ്പം ഇനി നമ്മൾ അവസാന നിമിഷം കൊണ്ടുവന്ന് പിന്നെ നിങ്ങൾ വേണ്ട പോകാൻ പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ജോലിയും തരില്ല. 45 വയസ്സെല്ലാം കഴിഞ്ഞു. നമുക്കിനി വേറെ ഒരു ജോലിയും കിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇപ്പോഴേ നമ്മളെക്കാട്ടിയും 62 വയസ്സായ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരുണ്ട്. അവർ വെറുതെ നിങ്ങൾ ഇനി ഒരു സുപ്രഭാതത്തിൽ നാളെ നിങ്ങൾ വരണ്ട, പിന്നെ ഇവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു വിട്ടാൽ അവർക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല. ഒരു കടയിൽ പോലും നിർത്തൂല. 62 വയസ്സ് കഴിഞ്ഞാൽ ഒരു കടകളിൽ പോലും ഒരു മനുഷ്യരെ നിർത്തൂല. പിന്നെ അവർക്കും ജീവിക്കണ്ടേ? അവർ പഠിച്ചതുകൊണ്ടായിരിക്കും. ആര് പഠിച്ചു? PSC മെമ്പർ ആവാനുള്ള യോഗ്യത എന്തെന്നറിയാവോ? തലയ്ക്ക് വെളിവുണ്ടായിരിക്കണം, രാഷ്ട്രീയക്കാരനായിരിക്കണം, എഴുതാനും വായിക്കാനും ഒപ്പിടാനും പോലും അറിയണമെന്നില്ല. അതിനെക്കാട്ടിലും പഠിത്തം നമുക്കുണ്ട്, അതിനെക്കാട്ടിലും വെളിവ് നമുക്കുണ്ട്. നമ്മൾ ചെയ്യണതല്ലേ ഇവർ എല്ലാം എഴുതി കുത്തിക്കുറിച്ചൊക്കെ അവർ എല്ലാം ചെയ്യുന്നത്. നമ്മളാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. അതിനെയാണ് ഇവരെടുത്ത് നല്ല രീതിയിലാക്കി അവർ നല്ല ഒരു ഇതാക്കിയെടുത്ത് നല്ല പിള്ള ചമഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കൊക്കെ അസുഖങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഭാരാബ്ദങ്ങളായി അസുഖം, BP, ഷുഗർ, കൊളസ്ട്രോൾ ഈ വർക്കിനിറങ്ങിയതിന് ശേഷം മെൻ്റൽ വരെ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പം പോകും. കാഞ്ഞിരംകുളം. കാഞ്ഞിരംകുളം. അപ്പം എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? 18 വർഷം. 18 വർഷം കൊണ്ട് ഈ ജോലി ചെയ്യണം.
18 വർഷം കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന തുക അത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് അത് പര്യാപ്തമാണോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. രാവിലെ 8 മണി മുതൽ നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കണം. പക്ഷേ ഓണറേറിയം നമുക്ക് സമയത്തിന് കിട്ടണില്ല. പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ തോന്നക്കൽ എത്തിച്ചു. എത്ര വർഷമായിട്ട്? 18 വർഷമായിട്ട്. 18 തുടങ്ങി ആദ്യം മുതലേ ഉള്ളതാണ്. എന്താണ് സമരം ഇത്രയും 15 ദിവസം നീണ്ടുപോയി? എന്താണ് പറയാനുള്ളത്? പറയാനുള്ള മറ്റൊന്നുമില്ല. ഞങ്ങൾ ഈ 18 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സേവനത്തിന് ഉള്ള വേതന ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേദന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ കുടുംബത്തിനും വേദനകൾ മാത്രമേ ഞങ്ങൾക്ക് ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് തുടർന്ന് ജീവിക്കാനായിട്ട്. കാരണം ഈ വേതനം കൊണ്ട് ഞങ്ങൾക്ക് തുച്ഛമായ വേതനം, ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും ഞങ്ങളുടെ വീട്ടിലുള്ളവരെ ആശ്രയിക്കുന്നതിന് പോട്ടെ, ആ വീട്ടിലുള്ളവരെ ഞങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. അവർ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾ ഇതുവരെയും സംരക്ഷിച്ചിട്ടുള്ളൂ. ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ വീട്ടിലുള്ള ആരെയും ഞങ്ങൾക്ക് ഇതുവരെയും ചേർത്ത് നിർത്തി അവരെ ഞങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവരെ ആശ്രയിച്ച്, ഞങ്ങളെ വീട്ടുകാരെ ആശ്രയിച്ച് ഇനി ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ നല്ല പ്രായം, ഞങ്ങളുടെ നല്ല സമയം മൊത്തം, ഞങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി, അതായത് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ വെറും ചണ്ടി മാത്രമാണ്. അത് ഞങ്ങളെ വീട്ടുകാരെ ഏൽപ്പിക്കുകയാണ് അവർ. ഞങ്ങളുടെ ചോരയും നീരും എല്ലാം, ഞങ്ങളുടെ നല്ല പ്രായം മുഴുവൻ, ഞങ്ങളുടെ നല്ല സമയം മുഴുവൻ സമൂഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ ചോരയും നീരും വലിച്ചൂറ്റി വെറും ചണ്ടി മാത്രം ഞങ്ങളെ വീട്ടുകാരെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചേക്കുന്നത്. അവരിൽ ഞങ്ങളെ ഏത് രീതിയിൽ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിനു മുമ്പ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 7 വർഷങ്ങളായിട്ട് പല സമരങ്ങളും നടന്നിട്ടുണ്ട്. ഒരു സമരം പോലും വിജയം കണ്ടതായിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്താണ് ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടും. ഞങ്ങൾ അമ്മമാരാണ്. ഞങ്ങളുടെ മാനദണ്ഡം, ഞങ്ങളെ ആശാവർക്കറായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം തന്നെ അമ്മയായിരിക്കണം. ഒന്നാമത്തെ കാര്യം വിവാഹിതയായിരിക്കണം, അമ്മയായിരിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും പരിപാലനമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആ അമ്മമാരുടെ ആവശ്യം നിറവേറ്റി തന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അവരാർക്ക് എന്ത് നൽകുമെന്നുള്ളത് അറിയില്ല. അപ്പം നീതി 100% ഞങ്ങൾക്ക് നീതി കിട്ടും. നീതി കിട്ടിയില്ല എങ്കിൽ ഞങ്ങളിവിടെ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വനിതാ മന്ത്രി, അതായത് വീണ ജോർജ് ഒരു വനിതയാണല്ലോ, വീണ ജോർജ് പോലും പറയുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്ന സംസ്ഥാനം ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്. മന്ത്രിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനറിയില്ല. എല്ലാ സ്ഥലത്തും മന്ത്രി അന്വേഷിച്ച് കാണില്ല, അതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വേതനം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം ആ കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മന്ത്രി അന്വേഷിച്ചില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. മന്ത്രിയെ പറ്റി ഇപ്പോഴും പറയുന്നത് എനിക്ക് നന്നായിട്ട് പറയാനറിയില്ല. വിരമിച്ച് പെട്ടെന്നൊരു ദിവസം പോവേണ്ടി വരുമ്പോൾ 1 രൂപയില്ലാതെ പെട്ടെന്നൊരു ദിവസം വരുമാനം നിലയ്ക്കുകയാണ് കിട്ടുന്നത് കൂടി. പിന്നെ എങ്ങനെ ജീവിക്കും? അതാണ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നെങ്കിൽ ഞങ്ങൾ വിരമിക്കുന്ന സമയത്തേക്കുള്ള ഞങ്ങളുടെ കരുതൽ ധനം കൈപ്പറ്റാനുള്ള അനുവാദം വാങ്ങിയിട്ട് മാത്രമേ ഞങ്ങളിവിടെ നിന്ന് പോവുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഞങ്ങളൊന്നുമില്ലാതെ ഞങ്ങളെ വീട്ടിലോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അന്വേഷിക്കാൻ ആരുമില്ല. ഇനി ഞങ്ങൾ ഇത്രയും നാൾ ആർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്? അവർ ഞങ്ങളെ സംരക്ഷിക്കണം. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോയാൽ ഞങ്ങൾ അവിടെ അന്വേഷിക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും ആരുമില്ല. കാരണം അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അവർ ഞങ്ങളെ സംരക്ഷിക്കുകയുള്ളൂ. ഞങ്ങളുടെ മക്കളെ നല്ല സമയമല്ല അവർ വീട്ടിലിരുന്ന് ഞങ്ങളുടെ മക്കളെയാണ് നോക്കിയിരുന്നെങ്കിൽ അവർ ഞങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. ഭർത്താവിന് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളെ സംരക്ഷിക്കുമായിരുന്നു. ഇതിപ്പം ഭർത്താവ് കൂലിപ്പണി ചെയ്യുന്ന ആ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് ഞങ്ങളീ നാട്ടുകാരെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം എല്ലാവരും കൈവിട്ട അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടായിട്ട് മാത്രമേ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പിന്മാറുകയുള്ളൂ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം
അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.